ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കളർ ഐഡൻറ്റിഫിക്കേഷൻ സീരീസിലെ 6ാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ ഇതുവരെ 7 കളറാണ് കേട്ടോ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഒരു വീഡിയോയിൽ 2 കളർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, വൈറ്റും ബേബി പിങ്കും. പിന്നെ ഇന്ന് നമ്മൾ റോസാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്, ഡാർക്ക് പിങ്ക്. ഇത് വന്നിട്ട് നമ്മുടെ ബുഷി പിങ്ക് ആണ് കേട്ടോ. നല്ല ഡാർക്ക് ലീഫൊക്കെ വന്നിട്ട് പൂവും അതുപോലെ തന്നെ വളരെ വലിയ പൂക്കളാണ് കേട്ടോ ഇതിന് വന്നിട്ട്. നമുക്ക് ചെടി വന്നിട്ട് കുറച്ച് ചെറിയ സൈസാണ്, ഒന്നുകിൽ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് വെച്ച് പോകാതെ നല്ല ബുക്കെയായിട്ട് കേട്ടോ നിൽക്കും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല തിക്കായിട്ട് പടർന്ന ചട്ടിക്കകത്ത് നിറഞ്ഞ് നിൽക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ ഇത് വന്നിട്ട്. അതേ കണ്ടില്ലേ എന്തോരം ബ്രാഞ്ചുകളാണല്ലേ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ പെറ്റൽസ് കുറഞ്ഞ പിങ്കാണ് കേട്ടോ, പെറ്റൽസ് കുറഞ്ഞ ഡാർക്ക് പിങ്ക്. ഈ പെറ്റൽസ് കുറഞ്ഞ ടൈപ്പിൽ നമുക്ക് 3 കളർ വരുന്നുണ്ട്. ബേബി പിങ്ക് വരുന്നുണ്ട്, ഈ ഡാർക്ക് പിങ്ക് വരുന്നുണ്ട്, ഒരു മജന്ത പോലെ വരുന്നതും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇത് ഡാർക്ക് പിങ്കാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നേരത്തെ തന്നെ ആദ്യ സമയങ്ങളിൽ എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു ചെടിയാണല്ലോ ഇത്. ഇതിൻ്റെ പൂക്കൾ വന്നിട്ട് ലീഫിന് മുകളിലേക്കാണ് പൂത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പെറ്റൽസ് കുറഞ്ഞിട്ടാണ് ഉള്ളതെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ലീഫൊക്കെ നല്ല ഡാർക്ക് ലീഫ്, കുറച്ച് കൂർത്ത ലീഫാണ് കേട്ടോ ഇതിന് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറയുക, ഒരു 2-3 പെറ്റൽസ് കേട്ടോ അത്രേ ഉണ്ടാവുള്ളൂ ഇതിന്. അധികം അങ്ങനെ പെറ്റൽസായി കണ്ടിട്ടില്ല. ചില സമയത്ത് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വളരെ 1-2 ജസ്റ്റ് ഒരു അങ്ങനെ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കട്ട് റോസാണ് കേട്ടോ, ഡാർക്ക് റോസ് അങ്ങനെയാണ് കേട്ടോ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പൊതുവേ ഇതിനെ കട്ട് റോസ് അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. ഇത് എന്താ പറയുക, എത്ര പെറ്റൽസ് ഉണ്ടെന്ന് അറിയത്തില്ല, അതുമാതിരി ഒരു റോസാപ്പൂ പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ആ ഒരു ഇതളുകൾക്കൊക്കെ എന്തോ ഒരു ഷേപ്പ്, ഒരു വ്യത്യാസം പോലെ എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും നോക്കുമ്പോൾ. ആകെ ഒരു പൂവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതാണെങ്കിൽ ഈ തറയിലും പോയി. ഓക്കെ, ഞാൻ എടുത്ത് കാണിക്കാം. പിന്നെ എന്താ പറയുക, ഇതുണ്ടല്ലോ നമ്മുടെ ഈ മൾട്ടിപെറ്റൽ ബോൾസത്തിൽ ഏറ്റവും കൂടുതൽ പെറ്റൽസ് ഉള്ള ടൈപ്പാണേ. കണ്ടില്ലേ, എത്ര നമ്മൾ വിരിഞ്ഞ് തീർന്നാലും അത് തീരത്തില്ല എന്ന് തോന്നും, അതുമാതിരി നല്ല വെയിറ്റാണ് ഈ പൂവിന്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒത്തിരി നേരം അത് നിൽക്കത്തില്ല കേട്ടോ. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് തറയിൽ വീണ് പോവും. അത്രയ്ക്ക് വലിപ്പവും വെയിറ്റും ഉള്ളത് കൊണ്ടാണ് പൂവിന്. കണ്ടില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, എന്താ രസമല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ക്യാമറയിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കളറ് കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ ചെടി ഉള്ളവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്